എന്താ മഴയല്ലേ. ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴയിലാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. നീരജ് സാറിൻ്റെയും സോജാ മേഡത്തിൻ്റെയും വീട്ടിലാണുള്ളത്. നമ്മളിവിടെ ചെയ്ത ഇൻറ്റീരിയർ വർക്കിൻ്റെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഉള്ളിലോട്ട് വന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഇതൊരു ഫോർമൽ ലിവിംഗ് ആണ്. ഇവിടെ നമ്മളൊരു യു ഷേപ്പിലാണ് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 6 സീറ്റ് കപ്പാസിറ്റിയിലാണ് നമ്മളിവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം നമ്മൾ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ ഒരു സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിത്ത് പ്രൊഫൈൽ ലൈറ്റ്സ്. ഇവിടുത്തെ ഒരു വാൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ വിത്ത് ലൂവർ, രണ്ട് സൈഡിൽ ലൂവറും കൊടുത്ത് നമ്മൾ ഫുൾ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ റൂം. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പൂജ ഏരിയ വരുന്നത്. നമ്മൾ താഴെയായിട്ട് സ്റ്റോറേജും വാളിലായിട്ട് ഒരു പാനലിംഗ് അവിടെ തന്നെ നമ്മളൊരു CNC വർക്ക് കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഓപ്പോസിറ്റ് ബാക്കിലായിട്ടാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് വരുന്നത്. ഇവിടെ നമ്മൾ സീറ്റിംഗ് ഒരു 4 സീറ്റർ L ടൈപ്പിലുള്ള ഒരു സീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ TV യൂണിറ്റ്. നമ്മളതിന്റെ ടിവിയുടെ ബാക്ക് പാനൽ നമ്മളൊരു മാർബിൾ ടൈപ്പ് ഉള്ള ഒരു പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സൈഡിൽ സ്റ്റോറേജും ബോട്ടത്തിലും സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സെന്റർ കോഫി ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് വരുന്ന ഒരു സെന്റർ ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു 6 സീറ്റർ ഡൈനിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് മാർബിൾ ആണ് ടോപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കോമൺ വാഷ്. ഒരു ചെറിയ കോമൺ വാഷ് ആണ്, എന്നാൽ പോലും അതൊരു മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാഫ് റൗണ്ട് മിററും സൈഡിൽ നമ്മൾ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. മിററിന്റെ ബാക്ക് നമ്മൾ ലൂവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മൾ ഒരു ഐലൻഡ് ടൈപ്പ് കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആണ്. അതിന് ഫസ്റ്റ് തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് പാനലിംഗും കൊടുത്താണ് നമ്മൾ കിച്ചന്റെ എൻട്രൻസ്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഐലൻഡ്. നോർമലി നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത് ഒരു നോർമൽ മോഡുലാർ കിച്ചൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓപ്പൺ കിച്ചൺ ആയിരിക്കും ചെയ്യാറ്. അതിന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ഒരു ഐലൻഡ് കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഫാമിലിയിലുള്ള അല്ല ഗസ്റ്റ് വന്നാൽ നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കുക്ക് ചെയ്യാനും സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനും വേണ്ട എല്ലാ ആക്സറീസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് ആണെങ്കിലും നമ്മളൊരു ഇൻബിൽട്ട് ആയിട്ട് വരുന്ന രീതിയിലാണ് കബോർഡിനുള്ളിൽ ആണ് നമ്മൾ ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. ബേസിക് ആയിട്ട് വരുന്ന എല്ലാ ആക്സറീസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓയിൽ പുള്ളോട്ട്, ഇവിടെയാണെങ്കിൽ കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, അങ്ങനെയുള്ള എല്ലാ ആക്സറീസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 2 സിങ്കാണ്. ഒന്ന് ഇവിടെ ഒരു ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ കിച്ചൺ. നമ്മളിവിടെ ചെയ്തിട്ടുള്ളൊരു ബീജ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ കിച്ചൻ്റെ കളർ തീം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വർക്ക് ഏരിയയും കിച്ചണും സെപ്പറേറ്റ് ഇല്ല, ഒറ്റ കിച്ചണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ആയിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ഏരിയയിൽ നമ്മൾ കബോർഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഐലൻഡ് കിച്ചൺ ആണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനോട് മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഒരു ഫുഡും ഹോബുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഗ്ലെൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫുഡും ഹോബുമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഒരു 3 ബർണർ ഒരു ഐലൻഡ് ടൈപ്പ് കിച്ചൺ യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോ ക്ലീൻ ചിമ്മിനിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ, അത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇങ്ങോട്ട് കയറി വന്നാൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഒരു കിങ് സൈസ് കോട്ടാണ്. നമ്മൾ ഹെഡ് സൈഡ് വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലൂവറും നമ്മുടെ പാനലിങ്ങും കൊടുത്ത് അവത്തിൽ ഗോൾഡൻ സിൽവർ ട്രിപ്പും നമ്മൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഒരു കുഷ്യനും കൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ 2 സൈഡിലും ബെഡ് സൈഡ് ടേബിളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഇവിടെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർഡ്രോബിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ 2 കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ വിത്ത് ഓവർഹെഡ് സ്റ്റോറേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മുറിയുടെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബോട്ടത്തിൽ സ്റ്റോറേജും സൈഡിൽ ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. വിത്ത് ബാക്ക് ലൈറ്റ് മിററും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട്. ഈ വീട്ടിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂം കണ്ടു. ഇനിയുള്ള 2 ബെഡ്റൂം മുകളിലാണുള്ളത്. ചെയർ ആണെങ്കിൽ നമ്മളൊരു വുഡൻ ചെയർ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഒരു വളരെ ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയാണ് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടേബിളിന് താഴെ ഒരു സ്റ്റോറേജും മുകളിൽ ഒരു ഓവർഹെഡ് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം ഇതാണ്. ബെഡ്റൂമിലോട്ട് വന്നാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു കിങ് സൈസ് കോട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്പേസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സൈഡ് ടേബിൾ, ബെഡ് സൈഡ് ടേബിൾ ഒരെണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റ് നമ്മൾ കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. ഹെഡ് സൈഡ് വാൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വാൾപേപ്പർ കൊടുത്തിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഡിസൈനുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ളൊരു വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് നമ്മൾ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ 2 കളർ മിക്സ് ചെയ്തിട്ടുള്ളൊരു വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ കൂടെ ഒരു വൈറ്റ് ലൈൻ കൊടുത്ത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. വളരെ ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് താഴെ ഒരു 2 ഡ്രോയറും മിറർ വിത്ത് ബാക്ക് ലൈറ്റ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് ചെയ്തിട്ടുള്ളത്.